PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPUമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ ചോദ്യം, ഭാഷാശേഷി വികസിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പേര്. ഓരോ വിഷയത്തിനും വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. ഹലോ ഇംഗ്ലീഷ് എന്നത് ഇംഗ്ലീഷ് ഭാഷാ വിഷയത്തിനും മലയാള തിലകം എന്നത് മലയാള ഭാഷയ്ക്കും സുരലി ഹിന്ദി എന്നത് ഹിന്ദി ഭാഷയ്ക്കും വേണ്ടി ഭാഷാശേഷി വികസിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് 10ാം ക്ലാസ് വരെ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് ശ്രദ്ധ. ശ്രദ്ധ പഠന പിന്തുണ ആവശ്യമുള്ളവർക്കുള്ള പദ്ധതിയാണ്. എന്താണ് സഹിതം പദ്ധതി? ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ നേടേണ്ട ശേഷികൾ അതത് സമയം തന്നെ നേടിയോ എന്ന് പരിശോധിക്കാനും നേടാനാവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തി അധ്യാപകരെ സഹായിക്കാനും നടപ്പാക്കിയ ഡിജിറ്റൽ പോർട്ടൽ സജ്ജീകരണമാണ് സഹിതം എന്നത്. കുട്ടികൾ നേടേണ്ട ശേഷികൾ ഓരോ ക്ലാസ്സിലും നേടിയെന്ന് ഉറപ്പുവരുത്തുകയും അതിനാവശ്യമായ സഹായങ്ങൾ അധ്യാപകർക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാനും വേണ്ടി തയ്യാറാക്കിയ ഒരു ഡിജിറ്റൽ പോർട്ടൽ സജ്ജീകരണമാണ് സഹിതം പദ്ധതി. മറ്റൊരു ചോദ്യം, മലയാള ഭാഷാ പഠനം വ്യാപകമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം. മലയാള ഭാഷാ നിയമം. മലയാള ഭാഷാ നിയമം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇക്യൂബ്. ഇംഗ്ലീഷ് ഭാഷാ പഠനം മികച്ചതാക്കുന്നതിന് LP ക്ലാസ്സുകളിൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇക്യൂബ്. ഇക്യൂബ് പദ്ധതി വികസിപ്പിച്ചെടുത്തത് കൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇക്യൂബ് പദ്ധതി വികസിപ്പിച്ചത്. കൈറ്റ് ആവിഷ്കരിച്ച മറ്റ് പദ്ധതികൾ ഏതെല്ലാമാണ്? ലൈബ്രറി, ഇംഗ്ലീഷ് ലാബ്, വിക്ടേഴ്സ് ചാനൽ എന്നിവയെല്ലാം തന്നെ കൈറ്റ് ആവിഷ്കരിച്ച പദ്ധതികളാണ്. ലൈബ്രറി, ഇംഗ്ലീഷ് ലാബ്, വിക്ടേഴ്സ് ചാനൽ. ഹയർ സെക്കൻഡറി തലത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്തുവാൻ ഗവേഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് റിലിഷ് ഇംഗ്ലീഷ്. ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വ്യത്യാസമുണ്ട്. കാരണം അതൊരു ഹയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റ്യനാണ്. എങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷയുടെ പഠന മികവിന് വേണ്ടി കൊണ്ടുവന്നതായതുകൊണ്ട് റിലിഷ് ഇംഗ്ലീഷ് എന്ന പദ്ധതി കൂടി നമുക്ക് ഓർത്തു വയ്ക്കാം. അടുത്തൊരു ചോദ്യം, നമ്മുടെ സ്കൂളിലെ പഠന സമയം എത്ര മണിക്കൂറാണ് എന്നുള്ളതാണ്. അത് നമുക്ക് ഏവർക്കും അറിയാം. 200 പ്രവൃത്തി ദിവസം അഥവാ 1000 മണിക്കൂറാണ് നമ്മുടെ സ്കൂളിലെ പ്രവൃത്തി സമയം എന്നത്. അസാപ്പ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ. അസാപ്പ് എന്താണെന്ന്. അസാപ്പ് എന്ന പദ്ധതി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അതിനുപരി കുട്ടികളുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. കോളേജുകളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയൊക്കെ സ്ഥിരമായിട്ട് വർഷങ്ങളായി തുടർന്നു വരുന്ന പദ്ധതിയാണിത്, അസാപ്പ്. മറ്റൊന്ന്, നാഷണൽ സ്കിൽ മിഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? കുടുംബശ്രീ, KASE, അസാപ്പ് ഇവയെല്ലാം തന്നെ നാഷണൽ സ്കിൽ മിഷൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. പ്രാഥമിക അധ്യാപകർക്ക് മാത്രമല്ല പുറമെ സംസ്ഥാന തലം മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും അവരുടെ പരിധിയിൽ വരുന്ന അധ്യാപകരുടെ അക്കാദമിക് വിശദാംശങ്ങൾ മോണിറ്റർ ചെയ്യാൻ കൈറ്റ് ഒരുക്കിയ പോർട്ടിൻ്റെ പേരാണ് സമഗ്ര. കൈറ്റ് ഒരുക്കിയിട്ടുള്ള അധ്യാപകരുടെ അക്കാദമിക് വിശദാംശങ്ങൾ മോണിറ്റർ ചെയ്യാനായി കൈറ്റ് ഒരുക്കിയ പോർട്ടിൻ്റെ പേരാണ് സമഗ്ര പോർട്ട്. അടുത്ത ചോദ്യമാണ്, കുട്ടികൾക്കായി രൂപപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ക്ലാസ്. CLASS എന്ന് തന്നെയാണ് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. കുട്ടികൾക്കായി രൂപപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലാസ്. ഫുൾ ഫോം ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം. ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ് സിസ്റ്റം ക്ലാസ്.
പൊതുവിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ. നമ്മൾ മുമ്പ് ഈ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ മുൻപും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമഗ്രയും പ്രസവമാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. പൊതുവിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുവാൻ നമ്മളെ സഹായിച്ച ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത പദ്ധതികളാണ് സമഗ്ര പദ്ധതിയും പ്രിസം പദ്ധതിയും. പഠന തെളിവുകൾ സമൂഹത്തോട് വിനിമയം ചെയ്യുവാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് പഠന തെളിവുകൾ എന്ന പദ്ധതി. സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ എന്നിവ ഏത് തരം പദ്ധതികളാണ്? ഇവ രണ്ടും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് രണ്ടും. സ്കൂൾ അന്തരീക്ഷം ശിശു സൗഹൃദവും പരിസ്ഥിതി സൗഹൃദവുമാക്കി മാറ്റാൻ വേണ്ടി കേരളത്തിലെ തെരഞ്ഞെടുത്ത 12,000 സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ. 12,000 സ്കൂളുകളിലാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കൃഷിയെയും പരിസ്ഥിതിയെയും കുറിച്ച് ബഹുജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന പദ്ധതിയുടെ പേരാണ് ക്യാമ്പസ് ഒരു പാഠപുസ്തകം. കൃഷിയെയും പരിസ്ഥിതിയെയും കുറിച്ച് ബഹുജനങ്ങളെ ബോധവൽക്കരിക്കാൻ നടത്തുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്ന പദ്ധതി. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ പാൽപുഞ്ചിരി പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി നടത്തുന്ന പാൽപുഞ്ചിരി എന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും മറ്റ് സ്പോൺസർമാരുടെയും സഹായത്തോടെയാണ് നടത്തുന്നത്. ഇത് പ്രഭാത ഭക്ഷണം, ലഘുഭക്ഷണം എന്നിവ നൽകുന്ന പദ്ധതിയാണ്. പ്രഭാത ഭക്ഷണം, ലഘുഭക്ഷണം എന്നിവ നൽകുവാനുള്ള പദ്ധതി. പ്രൈമറി തലത്തിലെ കുട്ടികളുടെ ആരോഗ്യ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിഡ്. പ്രൈമറി തലത്തിലുള്ള കുട്ടികൾക്കുള്ള പദ്ധതി ആയതുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്ന ഒരു പദ്ധതിയാണ് ഹെൽത്തി കിഡ് എന്ന പദ്ധതി, ആരോഗ്യ പരിപോഷണ പദ്ധതി. കേരളത്തിൽ ഈയിടെ രൂപീകൃതമായ ഓപ്പൺ സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. സംസ്ഥാനത്തെ കുട്ടികൾക്ക് മാരകമായ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ച പദ്ധതി. സംസ്ഥാനത്തെ കുട്ടികൾക്ക് മാരകമായ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ച പദ്ധതിയാണ് താലോലം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിവരുന്ന പദ്ധതിയുടെ പേര് ഹൃദ്യം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഹൃദ്യം പദ്ധതി ഉപകാരപ്രദമാകുന്നത്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സമഗ്ര പരിരക്ഷ നൽകാൻ സാമൂഹിക സുരക്ഷാ മിഷൻ രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേൾവിക്കുറവിന് ശസ്ത്രക്രിയ പൂർത്തീകരിച്ച കുട്ടികൾക്ക് സ്പീച്ച് പ്രോസസ്സർ ചെയ്യാൻ നടപ്പാക്കിയ പദ്ധതിയാണ് ധ്വനി. ലൈഫ് പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈഫ് പദ്ധതിയുടെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയവ ബാധിച്ച കുട്ടികൾക്ക് നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം നടപ്പാക്കി വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കാണ് നിരാമയ എന്ന ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉപകാരപ്രദമാകുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും തുടർന്നും LPUP ഇൻ്റർവ്യൂവിന് ആവശ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി.